ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിന് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചത്. ഷോയിൽ വിജയിക്കേണ്ടത് അനീഷായിരുന്നു എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. വോട്ടിങ്ങിലൂടെ അവസാന നിമിഷമായിരുന്നു കാര്യങ്ങൾ മറിഞ്ഞതും അനു വിജയിച്ചതും. ബിഗ് ബോസിന് ശേഷമായി ജീവിതം മാറിയെന്ന് അനീഷ് വ്യക്തമാക്കിയിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയ് അനീഷിന് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരുന്നു. സാധാരണക്കാരനാണ് എന്നതുകൊണ്ടാണ് ഈ സമ്മാനം. ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു, അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ഷോയ്ക്ക് ശേഷമായി ഉദ്ഘാടന ചടങ്ങിലെത്തിയും ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വൈറലാകുകയാണ്. നല്ലൊരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തുവന്നാൽ ഉടനെ തന്നെ കല്യാണമുണ്ടാകും. പെർഫെക്റ്റ് മാച്ചിങ്ങിനായി കാത്തിരിക്കുകയാണെന്നു വിവാഹത്തെക്കുറിച്ച് അനീഷ് പറഞ്ഞത്. സെറ്റായാൽ എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാനും അനിയനും തമ്മിൽ 7 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ കാര്യത്തിലും അവനുണ്ടായിരുന്നു. അവൻ്റേത് ഞാനും. ചേട്ടൻ അനിയൻ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ. ഇങ്ങനെയൊരു സഹോദരനെ കിട്ടിയതിൽ സന്തോഷം. ബിഗ് ബോസിന് ശേഷമുള്ള അനുമോളെ കണ്ടിരുന്നു എന്ന് മറ്റു ചിലർ ചോദിച്ചത്. സ്റ്റാർ സിംഗറിൽ പോയപ്പോൾ അനുവിനെ കണ്ടിരുന്നു. ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് സംസാരിച്ചിരുന്നു. ബിഗ് ബോസിനുണ്ടായിരുന്നൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. ആരുമായി വഴക്കോ പരിഭവമോ ഇല്ല. ബിഗ് ബി വീട്ടിലായിരുന്നപ്പോഴും ആരോടും ദേഷ്യമില്ലായിരുന്നു. കുറേ പേരൊക്കെ വിളിച്ചിരുന്നു. മറ്റുള്ളവർ ഇനി വിളിക്കുമായിരിക്കുമെന്ന് കരുതുന്നു എന്നുമായിരുന്നു അനീഷിൻ്റെ റിപ്ലൈ. ബിഗ് ബോസിന് ശേഷമായി കുറേ ഉദ്ഘാടനത്തിലൊക്കെ വിളിച്ചിരുന്നു. ഷോയിലെ കാര്യങ്ങളെക്കുറിച്ചും സഹ മത്സരാർത്ഥികളെക്കുറിച്ചുമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവിടെ നിന്നും കിട്ടിയ സൗഹൃദങ്ങൾ അതുപോലെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് അങ്ങനെ പറയാനൊന്നും താല്പര്യമില്ല. ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതും അവർ വീട്ടിലേക്ക് വരുന്നതുമെല്ലാം പുറം ലോകം വിളിച്ച് കളിക്കുന്നതിൽ താല്പര്യമില്ല. അത് പേഴ്സണലായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു അനീഷിൻ്റെ പ്രതികരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.